ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മാളിക്കുന്നിലെ സൽക്കാരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണിത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ മാളിക്കുന്നിന്ന് തിരിച്ചു പോവുകയാണ്, ഞാനും നിഷായ്ക്ക് അനുമോനും കൂടി കേട്ടോ. ഞങ്ങൾ രാത്രി നിൽക്കുകയാണെങ്കിൽ രാവിലെ മദ്രസക്ക് പോകാനാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങും. അങ്ങനെ എനിക്ക് എടുക്കാനുള്ള എല്ലാ ഐറ്റംസും അവിടുന്ന് പെറുക്കി ഒരു കവറിലാക്കി അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അനുമോനെ നേരെ മദ്രസക്ക് ആക്കി കൊടുത്തു. അവിടുന്ന് വന്ന് പിന്നെ സ്കൂൾക്കും ഒരുക്കി ആക്കി കൊടുത്തിട്ടു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇഷാക കുറച്ച് ചെടി നനക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നനച്ച് ഞാൻ എൻ്റെ പണികളൊക്കെ ഒരുക്കി ഞങ്ങൾ മണ്ണാർക്കാട് പോകാണ്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇഷാ ഞാനും അല്ല, സാജിയും ഞാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കോട്ടപ്പാടത്തേക്ക് ആക്കി തരാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ ഞങ്ങളൊരു കസിൻ്റെ വീട് കണ്ടു. അപ്പോൾ വീട് പോത്തൂക്കിയാണ്, നമ്മൾ അൽമ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി അങ്ങനെ പോയിട്ടാണ്. അപ്പം ഞങ്ങൾ വേറെ കസിൻസും ഇപ്പം അനിയൻ്റെ വൈഫൊക്കെ ഉണ്ട് ഇവിടെ. അവൾക്ക് ഹോസ്പിറ്റലിൽ കയറാനുള്ളത് കൊണ്ട് തന്നെ ഓല് കുറച്ച് നേരത്തെ പോന്നു. ഞാനും സാജിയത് കഴിഞ്ഞാണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെ മുല്ലാസിൽ ആഡി സെയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് കയറി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്ടോ കയറിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയി നോക്കിയത് ഈ ഒരു പലാസോ ആണ്. ഏതൊരു കടയിൽ നമ്മൾ വിലക്കുറവ് ഓഫർ എന്ന് പറഞ്ഞ് കയറിയാലും നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് അറിയാം. നമുക്ക് അറിയണേ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് നമുക്ക് ശരിക്കും അറിയാമല്ലോ. ആ ഒരു ഐറ്റം പോയി നോക്കുക, അതിന് എത്രയും ചോദിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഓഫർ ഉണ്ട്, എന്താണ് ഓഫർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു പലാസോക്ക് ഓല് പറഞ്ഞത് 170 80 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് 100 രൂപക്ക് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും കിട്ടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കി. കാരണം നമുക്ക് മനസ്സിലായി ഓവർ റേറ്റ് കുറവോ കാര്യങ്ങളോ ഓഫറോ ഒന്നും ഇല്ലയെന്ന്. പിന്നെ പ്രൊഡക്റ്റൊക്കെ അടിപൊളി സാധനങ്ങളാണ്. പലാസോ ആയാലും നല്ല നല്ല പ്രിൻറ്റുകളും നല്ല നല്ല ക്ലോത്തുകളുമാണ്. ടോപ്പും ടീഷർട്ടും ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ, ഒന്നിനൊന്ന് മെച്ചാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ഓഫറിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവാണെന്ന് മാത്രം. ഇത് 1050 രൂപയാണ് കേട്ടോ. 1199 രൂപയുടെ ടോപ്പ് 1050 രൂപക്ക് അങ്ങനെയാണ് ഓരോ ഓഫർ ഇട്ടത്. അതായത് ഓവർ ഓഫറല്ല, ചെറിയൊരു ഓഫർ, അങ്ങനെ അത്രേ ഉള്ളൂ. ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ജീൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി തന്നെ കാരണം. പക്ഷെ നമ്മൾ വിചാരിച്ച് കയറുന്ന ആ ഒരു റേറ്റിന് നമുക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടൂല. പിന്നെ ഇത് അടുത്ത ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ്. ഈ ഒരു ഗ്രീൻ അല്ല ബ്ലാക്ക് സ്കേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കില്ല. 500 സംതിങ് 600 സംതിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓഫറിൽ കിട്ടുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ എടുക്കാത്തത്. സാധാ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ റേറ്റിന് കിട്ടൂല. പിന്നെ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു ടോപ്പ് കണ്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ടോപ്പിലേക്ക് ഓഫ് വൈറ്റ് ജീനും ഓഫ് വൈറ്റ് ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് MRP വരുന്നത് 780 പിന്നെ 600 സംതിങ് എന്തോ ഓഫർ റേറ്റും ആണ്. ഇത് ഞാൻ കയ്യിൽ നിന്ന് വെച്ചിട്ടില്ല, അങ്ങനെ എടുക്കും അവിടെ വെക്കും, എടുക്കും അവിടെ വെക്കും, അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അടുത്ത ടോപ്പ് ഇതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ റേറ്റ് നമ്മൾ വിചാരിച്ച റേറ്റിന് എന്തായാലും കിട്ടൂല. സാധാ റേറ്റ് തന്നെ ആയിട്ട് നമുക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കുറേ സെലക്ട് ചെയ്ത് നോക്കി, ഞങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കയറിയത്. പിന്നെ ഇതിങ്ങനെ കുന്നു കൂട്ടിയിട്ട് കണ്ടോ, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കി ഇതായിരിക്കും ഇനി ആ ഒരു ഓഫർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടും. MRP 2850 ഒക്കെ, പക്ഷെ ഓഫർ റേറ്റ് എന്തോ 600 അങ്ങനെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഞങ്ങൾ എടുത്തില്ല. പക്ഷെ അവിടുന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഞാൻ എടുത്തിട്ട് അനുഭവം ഉണ്ട്, അടിപൊളി ക്വാളിറ്റി ഉണ്ടോ. പിന്നെ നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് കയറിയത്. എന്തായാലും അവിടെ ഞങ്ങൾക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. ബെഡ്ഷീറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്, എന്തായാലും അതും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ഈ ഒരു ഇയറിങ്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഒരു ഇയറിങ്സ് എടുത്തിട്ടോ. എനിക്ക് ഏതാ ഞാൻ എടുത്തതെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ കേട്ടോ, ഫാൻസി ഐറ്റംസിൻ്റെ. അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റിച്ച് നോക്കും. പിന്നെ ലിപ്സ്റ്റിക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ പോകലില്ല, ഫുൾ ഇതിൻ്റെ പിന്നാലെയാണ്. വാങ്ങിയിട്ടില്ലെങ്കിലും ഇതിങ്ങനെ ചുറ്റി കാണും ഏതൊക്കെ മോഡൽ ഏതൊക്കെ വന്നു എന്നുള്ളത്. ഈ ഒരു ഇയറിങ്സ് ആണല്ലോ ഞാൻ എടുത്തത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നമുക്ക് ഇട്ടിട്ടും അടിപൊളി തന്നെയാണ് കേട്ടോ. 99 രൂപയുള്ളൂ വരുന്നത്. അപ്പം ഞാൻ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി പോകുമ്പോൾ ഇൻഷാല്ലാ ഈ ഒരു സെറ്റ് എടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ സെക്കൻഡ് സ്റ്റെഡിലൊക്കെ ഇടാൻ പറ്റിയ ഐറ്റംസാണ്. ഒരു സെറ്റ് വാങ്ങിയാൽ തന്നെ നമുക്ക് അതിൽ കുറേ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ സ്പ്രേ ഒന്ന് വെറുതെ അടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ സാജിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ല് തന്നെയായിരുന്നു. പെട്ടെന്ന് അത് അടിച്ച ടൈമിൽ ഒരു കുത്തുന്ന സ്മെല്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ലായി. പിന്നെ ഇതേ ഈ ഒരു കീച്ചീന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കണ്ടു, നല്ല ഭംഗിയുണ്ട്. ഇതാ പുതുതായിട്ട് വന്നതാന്ന് തോന്നുന്നു, ഇതിന് മുൻപ് പോയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യുക, കാരണം അങ്ങനെ ക്യാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് അതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ലിപ്സ്റ്റിക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. വണ്ടിമ്മ പോകുമ്പോൾ നമുക്ക് വേറെ ഹാൻഡ് ബാഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് ചെറിയ ഐറ്റംസൊക്കെ ആ ഒരു കുഞ്ഞ് ബാഗിലാക്കി പിടിക്കട്ടോ. ബാഗല്ല, ചെറിയൊരു പൗച്ചാണ്. അപ്പോൾ ബാഗുകളാണെങ്കിലും സ്റ്റുഡിയോയിൽ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. ഇപ്പോൾ
വാങ്ങണം എന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും വാങ്ങലുണ്ടാവില്ല. എന്തായാലും അവിടുന്ന് ഒരു കമ്മൽ മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനൊക്കെ ചെറുതായിട്ടൊന്ന് എത്തി നോക്കി, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും ഞങ്ങൾ നോക്കാൻ നിന്നില്ല. ഈ 2 ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എത്തിയ ടൈമിലും ഇവരെ കഴിഞ്ഞിട്ടുണ്ടായില്ല, ഇവരെ ടോക്കൻ ആയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഓലെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഈ ഒരു ജനാലയും ഈ ഒരു വരാന്തയും ഭയങ്കര നൊസ്റ്റും ഉണ്ട്. കാരണം മനുമോനെ പ്രസവിച്ച് നടന്നിരുന്ന ഈ റൂമിലാണ്, പിന്നെ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഭയങ്കര നൊസ്റ്റും ഉണ്ടോ. ഈ വരാന്തയിൽ കൂടി നടന്നതും ഇരുന്നതും ഒക്കെ ഇങ്ങനെ ആലോചിക്കും. അതൊക്കെ ഒരു കാലം. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി കയറി. അപ്പോൾ കസിൻ്റെ വീട്ടിലേക്ക് പോകണല്ലോ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു. ഇത് ഞാൻ അവിടുന്ന് അനുമോനിക്ക് കണ്ടപ്പോൾ ഒരു കാറ് വാങ്ങിയതാണ്ടോ. ഓനെ കൊണ്ടാതെയല്ലേ പോകുന്നത്, അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഒരു സന്തോഷിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് എണ്ണക്കടികളും വാങ്ങി, പഴംപൊരി ഉണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അനുമോനിക്ക് കാറ് വാങ്ങിയിട്ടൊരു കാര്യം ഉണ്ടായില്ല കേട്ടോ, കാരണം അവന് കിൻഡർ ജോയ് തന്നെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ഓട്ടോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിക്കുകയുണ്ടോ, കാരണം ഓട്ടോ വിളിച്ച് പോകാൻ മാത്രമുള്ള ദൂരമുണ്ട്. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയായി. കസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഖാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ കുട്ടിയാണുണ്ടോ. ഞാനും സാജി ഫസ്റ്റ് ടൈമാണ് കേട്ടോ, വീട് കണ്ടിട്ട് തന്നെ അല്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ബാക്കി എല്ലാവരും ഇതിന് മുൻപേയും വന്നിക്കണു. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതും ആയതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അവർക്ക് ഇറങ്ങണ വഴിയിൽ കണ്ടതാണ്ടോ ഈ റംബുട്ടാൻ മരം. ഞാൻ ഈ റംബുട്ടാൻ സീസൺ തുടത്തിയ സമയം തൊട്ട് നടക്കൽ നടത്തിയതാണ്. റംബുട്ടാൻ്റെ മരത്തുമെന്ന് പറിച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. എന്തായാലും ഇതുവരെ നടന്നില്ല. അവിടെ ചെന്നപ്പോഴും പുറത്ത് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ചോദിച്ചറുക്കണം വിചാരിച്ചു, പക്ഷേ പുറത്ത് ആരെയും കണ്ടില്ല കേട്ടോ. കുറേ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാനോ അയച്ചില്ല. അപ്പോൾ ഈ നിപ്പിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. അവിടെ ചെന്നിട്ടും എനിക്കാകെ റംബുട്ടാനെ ആലോചിച്ചിട്ട് മാത്രമേ ഉണ്ട് സങ്കടം. ആരും അറുക്കാനില്ലാതെ അത് അവിടെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ. എന്തായാലും ഇതുവരെ നടന്നില്ല. ഞാൻ കുറേ സ്ഥലത്ത് നോക്കും, വീടുകളെ മുന്നിലുണ്ടോ എന്ന് ചോദിച്ചറുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇതുവരെ നടന്നിട്ടില്ല. ഇൻഷാല്ലാ കഴിയണതിന് മുന്നേ നടക്കുമോയെന്നറിയില്ല. പിന്നെ ഞങ്ങൾക്ക് കടിക്കാനും കുടിക്കാനൊക്കെ ഉള്ളത് തന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നുണ്ടോ. കുറേ നേരം ഇരുന്ന് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് നമുക്ക് തിരിച്ചു പോരും വേണം. മറ്റവർക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ നേരം ഒന്നും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ പോത്തോക്കി ഡാമിൽ പോകണം, വെള്ളം ഉള്ളിടത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും അങ്ങോട്ട് നടന്നില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് വീണ്ടും ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നു. അനുമോനക്ക് ഒരു കിൻഡർ ജോയും വാങ്ങിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു. ഓനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അങ്ങനെയാണ്, ഓനക്ക് എന്താ വേണമെന്ന് പറഞ്ഞു അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ അതും വാങ്ങി തിരിച്ചു പോകുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.